വീണ്ടും സ്വാഗതം. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന ഈ നാടകം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അതൊന്ന് വായിക്കുമ്പോൾ, അത് മനസ്സിനകത്ത് ഒരു രംഗപടം സൃഷ്ടിച്ച് അതൊന്ന് അഭിനയിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കഥയുണ്ട്. പഴയ ഒരു രാജാവിൻ്റെ കഥ. ഈ രാജാവ് തൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് ഒരിക്കൽ ദർബാർ ഹാളിൽ കൂടിയിരുന്ന് രാജകാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവിനെ കാണാനായിട്ട് 2 നെയ്ത്തുകാർ കാത്തു നിൽക്കുന്നു, ഇങ്ങോട്ട് കടത്തി വിടട്ടോ. രാജാവ് പറഞ്ഞു, കടത്തി വിട്ടോളൂ. ഈ നെയ്ത്തുകാരായിട്ടുള്ള 2 പേരും രാജാവിൻ്റെ മുന്നിലെത്തി. രാജാവ് ചോദിച്ചു, എന്താ കാര്യം? അല്ലയോ രാജാവേ, ഞങ്ങൾ ഈ അടുത്ത കാലത്ത് വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ വിശേഷപ്പെട്ട ഒരു വസ്ത്രം നിർമ്മിക്കുന്നതിനുള്ള കഴിവ് സ്വായത്തമാക്കി. രാജാവിനും കൂടെയുള്ളവർക്കൊക്കെ വലിയ കൗതുകമായി. വിശേഷപ്പെട്ട വസ്ത്രം, മന്ത്രസിദ്ധികളൊക്കെയുള്ള ഒരു വസ്ത്രം, വിശേഷപ്പെട്ട വസ്ത്രം. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, ഈ നെയ്ത്തുകാർ കൂട്ടിച്ചേർത്തു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത, പാപികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ വസ്ത്രം കാണാൻ പറ്റില്ല. അഥവാ പാപം ചെയ്തവർക്ക് ഈ വസ്ത്രം കാണാൻ പറ്റില്ല. അങ്ങനെയും ഒരു വസ്ത്രമാണ്. രാജാവ് അത്ഭുതപ്പെട്ടു. നെയ്ത്തുകാർ പറഞ്ഞു, ഞങ്ങൾ 1 മാസത്തെ സമയം തന്നാൽ അങ്ങേക്ക് ഈ വസ്ത്രം നെയ്തു കൊണ്ടുവന്ന് സമ്മാനിക്കാം. അടുത്ത എഴുന്നള്ളത്തിന് താങ്കൾക്ക് ഇത് ധരിച്ചുകൊണ്ട് പ്രജകളെ അഭിസംബോധന ചെയ്യുകയും ആവാം. രാജാവിനും വലിയ സന്തോഷമായി. രാജാവ് അവർക്ക് സമയം അനുവദിച്ചു കൊടുത്തു. സന്തോഷത്തോടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. പക്ഷെ രാജാവിന് ഒരു വല്ലായിക അനുഭവപ്പെട്ടു. അങ്ങനെ വിശിഷ്ട വസ്ത്രം, മന്ത്രസിദ്ധികളൊക്കെ ഉള്ള വസ്ത്രം, പാപികൾക്ക് കാണാൻ പറ്റാത്തതായ വസ്ത്രം, അങ്ങനെ ഒരു വസ്ത്രം. രാജാവ് തൻ്റെ ചാരന്മാരെ വിളിച്ചു. ചാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ നെയ്ത്തുകാരുടെ സ്ഥലവും അവരുടെ അഡ്രസ്സും ഒക്കെ രാജാവ് കുറിച്ചെടുത്തിട്ടാണ് അവരെ വിട്ടത്. അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിതൊന്ന് രഹസ്യമായിട്ടൊന്ന് തിരക്കി വരണം. ഇവർ ഈ വസ്ത്രം നെയ്യുന്നുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു ക്രമീകരണം എന്ന് അറിഞ്ഞു വരാനായിട്ട് രഹസ്യമായിട്ട് ചാരന്മാരെ നിയോഗിച്ചു. രാജാവിൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അവർ വലിയ ദൂരത്തിൽ, ഒരുപാട് നാളുകൾ യാത്ര ചെയ്ത് അവർ ഈ നെയ്ത്തുകാരുടെ ഗ്രാമത്തിലെത്തി. അവർ രഹസ്യമായിട്ട് ഇവരെ നിരീക്ഷിച്ചു. അവർ അമ്പരന്ന് പോയി. കാരണം അവിടെ പണിയൊന്നും നടക്കുന്നില്ല. നെയ്ത്തുകാർ വെറുതെ ഇരിക്കുകയാണ്. അവർ തിരിച്ചു വന്ന് രാജാവിനോട് കാര്യം ഉണർത്തിച്ചു. നെയ്ത്തിന്റെ പണിയൊന്നും അവിടെ നടക്കുന്നില്ല, അവർ നെയ്ത്തുകാർ വെറുതെ ഇരിക്കുകയാണ്. രാജാവിന്റെ ആശങ്ക, അല്ലെങ്കിൽ രാജാവ് വല്ലാത്തൊരു അവസ്ഥയിലായി തീർന്നു. ആശങ്ക വർദ്ധിച്ചു അദ്ദേഹത്തിന്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സൈന്യാധിപനെയും മന്ത്രിയെയും 1-2 ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അഡ്രസ്സും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്ത് ചെന്നിട്ട് ഈ നെയ്ത്തുകാരുടെ സ്ഥിതിഗതികൾ എന്താണ് എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അവർ വലിയ സന്തോഷത്തോടു കൂടി ഇവിടെ പോയി. നെയ്ത്തുകാരെ കണ്ടു, കാര്യങ്ങളൊക്കെ തിരക്കി. വസ്ത്രം പണി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പണി നടക്കുന്നുണ്ട്, ഞങ്ങൾ വസ്ത്രം പൂർത്തിയായി വരികയാണ്, എൻ്റെ ഒരു മാതൃക വേണമെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ കാണിച്ചു കൊടുത്തു. കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, സൈന്യാധിപൻ പറഞ്ഞു, കാണുന്നുണ്ട്, നല്ല വസ്ത്രമാണ്. രാജാവിൻ്റെ ആശങ്ക വീണ്ടും വർദ്ധിച്ചു. അദ്ദേഹം 2 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ സർവ്വസൈന്യാധിപനെയും മന്ത്രിയെയും ഉയർന്ന ചില ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചിട്ട് ഈ നെയ്ത്തുകാരുടെ വിവരം ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. മേൽവിലാസമൊക്കെ കൊടുത്തു. അവരും അത് അന്വേഷിച്ച് യാത്രയായി. ദീർഘദൂരം യാത്ര ചെയ്ത് അവർ നെയ്ത്തുകാർ താമസിക്കുന്ന ആ ഗ്രാമത്തിലെത്തി. ആ പണി നടക്കുന്നത് അവർ നോക്കി. നെയ്ത്തുകാർ ഈ സർവ്വസൈന്യാധിപനോടും മന്ത്രിയോടും ഉദ്യോഗസ്ഥരോടും ചോദിച്ചു, ഇതാ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വസ്ത്രം, മാന്ത്രിക സിദ്ധിയുള്ള വസ്ത്രം, പാപികൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള വസ്ത്രം, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം മന്ത്രി പറഞ്ഞു, കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥനും പറഞ്ഞു, ഞങ്ങൾ കാണുന്നുണ്ട്. സന്തോഷമായി. അവർ തിരിച്ചു വന്നു. രാജാവിനോടും പറഞ്ഞു, അതിമനോഹരമായ വസ്ത്രം അവിടെ അണിഞ്ഞൊരുങ്ങുകയാണ്. നല്ല സ്വർണത്തിന്റെ നിറം, നല്ല കിന്നരിയൊക്കെ ഘടിപ്പിച്ച മനോഹരമായിട്ടുള്ള വസ്ത്രം, മന്ത്രസിദ്ധിയുള്ള വസ്ത്രം അവിടെ തയ്യാറാവുകയാണ്. രാജാവിനും വലിയ സന്തോഷമായി.
കാരണം തന്റെ ഉദ്യോഗസ്ഥന്മാര് സാക്ഷ്യപ്പെടുത്തിയല്ലോ. അങ്ങനെ എഴുന്നള്ളത്തിന്റെ തീയതി നിശ്ചയിച്ചു. നെയ്ത്തുകാര് രാജാവിന് വസ്ത്രം സമ്മാനിച്ചു. രാജാവിനോടും പറഞ്ഞു, നല്ല വസ്ത്രമല്ലേ രാജാവേ? അതെ, നല്ല വസ്ത്രമാണ്. രാജാവ് സന്തോഷത്തോടെ ഈ നെയ്ത്തുകാര് സമ്മാനിച്ച വസ്ത്രവും ധരിച്ച് തന്റെ രാജ്ഞിയോടൊപ്പം തന്റെ അനുചരവൃന്ദത്തോടൊപ്പം എഴുന്നള്ളത്തിന് തയ്യാറായി. അദ്ദേഹവും ഭാര്യയും ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. അദ്ദേഹം രാജ്ഞിയോടും ചോദിച്ചു, എന്റെ വസ്ത്രം എങ്ങനെയുണ്ട്? കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട് എന്ന് രാജ്ഞി പറഞ്ഞു. കാണുന്നവരോടൊക്കെ അദ്ദേഹം വിളിച്ചു ചോദിച്ചു, തന്റെ അനുചരന്മാര് തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, തനിക്ക് ഏതു നേരവും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭടന്മാരോടും ജനക്കൂട്ടത്തിനോടും അദ്ദേഹം കൂടെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ വസ്ത്രം? വിശിഷ്ടമായ വസ്ത്രം, മന്ത്രസിദ്ധിയുള്ള വസ്ത്രം, പാപികൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള വിശിഷ്ടമായ വസ്ത്രം എങ്ങനെയുണ്ട്? എല്ലാവരും പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ട്, അതിമനോഹരമായിട്ടുള്ള വസ്ത്രം. രാജാവിന്റെ എഴുന്നള്ളത്തിങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ രാജാവിനെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടി വിളിച്ചു പറഞ്ഞു, അയ്യേ, രാജാവ് നഗ്നനാണ്. രാജാവ് ഞെട്ടി, സർവസൈന്യവും ഞെട്ടി, രാജ്ഞി ഞെട്ടി. രാജാവ് തന്നിലേക്കൊന്ന് നോക്കിയപ്പോ താൻ വിവസ്ത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഈ ആനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി ഇരുട്ടിലെവിടേക്കോ ഓടിമറഞ്ഞു. ആനപ്പുറത്തിരുന്ന രാജ്ഞിയെയും കൊണ്ട് ആന യാത്ര തുടർന്നു. ഇതാണ് കഥ. അവിടെ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം ഒരു കുട്ടി കാണിച്ചു. വർത്തമാനകാല പരിസരങ്ങളിൽ ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥയിലെ കഥാപാത്രമായ ഈ കുട്ടി, കേന്ദ്ര കഥാപാത്രമായ കുട്ടി, രാജാവ്, രാജ്ഞി, വസ്ത്രമുണ്ടാക്കിയവർ, ജനത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നമ്മളൊന്ന് വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ ആ പരിസരങ്ങളൊക്കെ ഈ അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഇതിനകത്തെ കഥാപാത്രങ്ങൾ, ഇതിവൃത്തത്തെക്കുറിച്ച്, പാഠത്തെക്കുറിച്ച്, പാഠവിശകലനം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നടത്തിക്കഴിഞ്ഞു. ഇനി അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ എന്താണ്, കഥാപാത്രങ്ങൾ ആരാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്, പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കുട്ടി കാണിച്ച ആർജവം ഇതിലെ കഥാപാത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്നത് നമ്മുടെ ചിന്തയിൽ കടന്നു വരേണ്ടതുണ്ട്. അതിനാണ് ഈ കഥ ഞാൻ ആമുഖമായിട്ട് ഉദ്ധരിച്ചത്. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന ഈ നാടകം നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് 6 കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഉള്ളത്. അതായത് അരങ്ങത്ത് വരുന്ന 6 കഥാപാത്രങ്ങൾ. അതിന്റെ ക്രമം അനുസരിച്ചാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് വിദൂഷകനെയാണ്. പിന്നെ ഒരു ഗായക സംഘം നമ്മൾ കാണുന്നു. ഈ ഗായക സംഘത്തിന്റെ പ്രതിനിധികളാണ് ഒന്നാമൻ, രണ്ടാമൻ, ജനത്തിന്റെ പ്രതിനിധികളായിട്ട് വരുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണുന്നത് കേവലരാമൻ, ചിന്താരാമൻ എന്നീ കഥാപാത്രങ്ങളെയാണ്. അത് കഴിഞ്ഞ് കൊത്തുവാളിനെ കാണുന്നു. ഒടുവിൽ രാജഗുരു വരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് അടിച്ചു തളിക്കാരി എത്തുന്നു. ഇങ്ങനെ 6 കഥാപാത്രങ്ങളാണ് ഈ നമുക്ക് പ്രധാനമായിട്ടും ഈ നാടകത്തിനകത്ത് വരുന്നത്. പിന്നെ ഒന്ന് ഗായക സംഘവും അതിനകത്ത്. എന്നാൽ ഈ നാടകത്തിൽ അന്തർധാരയായിട്ട് ചില കഥാപാത്രങ്ങളുണ്ട്. ഉദാഹരണം, ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യുന്നത് അഗ്നിവർണ്ണ മഹാരാജാവ്. ഒരിടത്തും അഗ്നിവർണ്ണ മഹാരാജാവ് കടന്നു വരുന്നില്ല, പക്ഷെ അഗ്നിവർണ്ണ മഹാരാജാവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. അഗ്നിവർണ്ണ മഹാരാജാവ് വിജയിക്കട്ടെ പറയുന്നുണ്ട്. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട കൊത്തുവാളാണ് ഞാൻ. വിദൂഷകൻ വേഷം മാറി വന്നതല്ലേ, അഗ്നിവർണ്ണ മഹാരാജാവിന്റെ വേഷം മാറി വന്ന ആളല്ലേ താങ്കൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് മുഴങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് അഗ്നിവർണ്ണൻ. മറ്റൊന്ന്, ഇതിനകത്ത് ഈ കുഴൽ വിളിക്കാരുണ്ട്, കൊമ്പും കുഴലുമായിട്ട്. ഇപ്പോ രാജഗുരു വരുമ്പോൾ കൊമ്പും കുഴലും വരുന്നുണ്ട്. വിദൂഷകന്റെ വരവിന് കൊമ്പും കുഴലും വരുന്നുണ്ട്. അടിച്ചു തളിക്കാരി വരുന്നതിന് മുമ്പ് കൊമ്പും കുഴലും വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണത്. അവർ രംഗത്ത് വരുന്നില്ല എങ്കിലും അവർക്ക് സജീവമായിട്ടുള്ള ഒരു പങ്കുണ്ട് ഈ നാടകത്തിൽ എന്നുള്ളതാണ്. ഈ ആര് വന്നാലും കൊമ്പും കുഴലും വിളിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ തന്നെയാണ് അവർ. ആ നിലയിൽ അവർക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത്. ഇനി ഇതിനകത്ത് ഈ നാടകത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രോപ്പർട്ടികളുണ്ട്, കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം തന്നെ
കഥാപാത്രങ്ങളുടെ ആഴവും പരപ്പും ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ ഒന്ന് ഇതിനകത്ത് വരുന്ന മരക്കാലുകൾ വളരെ പ്രധാനമാണ്. മരക്കാലുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അന്നത്തെ അധികാര വ്യവസ്ഥയുടെ നിശ്ചലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്, ജഡാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്, നിഷ്ക്രിയമായ ഒരവസ്ഥ, രാജഭരണം ഇല്ലാത്ത അവസ്ഥ, ഭരണം എന്നൊന്നില്ലാത്ത ഒരവസ്ഥയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അളിഞ്ഞു നാറിയ ഒരു രാഷ്ട്രീയ പരിസരത്തെയാണ് ഈ മരക്കാലുകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൊത്തുവാളിന്റെ കയ്യിലുള്ള ദണ്ഡാണ്. ഒരു അധികാരത്തിന്റെ ഒരു ചിഹ്നമാണ്. കൊത്തുവാളെന്ന നിയമരാമൻ വരുന്നത് തന്നെ ഈ പ്രത്യക്ഷമായ ഒരു മർദ്ദനോപകരണം കൊണ്ടുകൂടിയാണ്. ഒരു മർദ്ദനത്തിനുള്ള ഉപകരണമാണ് ഈ ദണ്ഡ്. അധികാരത്തിന്റെ ഒരു ചിഹ്നമാണ്. നിയമവ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദണ്ഡ്. അപ്പൊ അത് നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ പ്രയോഗിക്കുക. മറ്റു പല പ്രശ്നങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പ്രജകളുടെ ഇഷ്ടം, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അവിടെ ഈ രാജാധികാരത്തിന്റെ ചിഹ്നമായിട്ടാണ് ദണ്ഡ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ചിന്താരാമന്റെ കൈവശം ഇരിക്കുന്ന തടിച്ച പുസ്തകമാണ്. ബുദ്ധിരാക്ഷസന്റെ കയ്യിലിരിക്കുന്ന, ബുദ്ധിജീവികൾ അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്ന തടിച്ച പുസ്തകം. ആ പ്രയോഗവും അന്ന് ശ്രദ്ധിക്കുക. തടിച്ച പുസ്തകം, ഒരു കാഴ്ച വസ്തുവായി മാറ്റപ്പെടുന്ന അറിവ്. അറിവ് അങ്ങനെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. പൂന്താനത്തിന്റെ വളരെ പ്രസിദ്ധമായ കുങ്കുമം ചുമക്കുന്ന കഴുതയെപ്പോലെ ഈ അറിവ് പ്രയോഗവൽക്കരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയണം, അല്ലാതെ വിദ്വാനെന്ന് നടിക്കുന്നതു ചിലർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഈ കുങ്കുമത്തിന്റെ വാസമറിയാതെ കുങ്കുമം ചുമക്കുന്ന ഒരു കഴുതയെപ്പോലെ അറിവിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന പണ്ഡിതന്മാർ. അതാണ് ഈ തടിച്ച പുസ്തകം പലപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് അടിച്ചു തളിക്കാരിയുടെ ആയുധങ്ങളായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ചൂലാണ്. ചൂലും കയ്യില് ഒരു കിണ്ടി നിറയെ വെള്ളം ആണുള്ളത്. ചൂല് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി വ്യാഖ്യാനക്ഷമമായിട്ടുള്ള ഒരു പ്രതീകമാണ്. പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുണ്ട് ഈ ചൂല്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണന്റെ താറും കുറ്റിച്ചൂലും എന്ന പ്രസിദ്ധമായ കവിതയ്ക്കകത്ത് ഈ ചൂല് ഒരു പ്രതീകമായിട്ട് കടന്നു വരുന്നുണ്ട്. അതിൽ അദ്ദേഹം പാടുന്നുണ്ട്: ഒരു കുടം താറുമായി ഒരു കുറ്റിച്ചൂലുമായി ഉണരും വെറുപ്പിന്റെ ശീലുമായി ഓടയിലോടും അഴുക്കിന്റെ ചാലിൽ നിന്നീ മണിമേട ഞാൻ താറടിക്കും എന്ന് അദ്ദേഹം പാടുന്നുണ്ട്. ഈ താറടിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ ചൂല് അദ്ദേഹത്തിന്റെ നേരെ എറിയപ്പെട്ട, അല്ലെങ്കിൽ ആ കവിതയിലെ ആഖ്യാതാവ് അല്ലെങ്കിൽ കവിതയിലെ ആ കഥാപാത്രത്തിന് നേർക്ക് എറിയപ്പെട്ട ഈർക്കിൽ ചൂലിന്റെ കുറ്റിയാണ്. ആ കുറ്റി ഒരു തൂലികയാക്കി മാറ്റി ആ ചൂലുകൊണ്ടാണ് ഈ മണിമേട ഞാൻ താറടിക്കും എന്ന് കവി പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈർക്കിൽ ചൂല്, അതിന്റെ കുറ്റികൾ അദ്ദേഹം തൂലികയാക്കി പരിവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചൂല് അവിടെ തൂലികയുടെ തലത്തിലേക്കാണ് ആ കവിതയിൽ വളരുന്നത്. ഈ നാടകത്തിലും അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധിയായ അടിച്ചു തളിക്കാർ കൊണ്ടുവരുന്ന ചൂല്, അവരുടെ കയ്യിലൊരു ചൂലാണ് നാടകകൃത്ത് കൊടുക്കുന്നത് അടിച്ചു തളിച്ച് വൃത്തിയാക്കാൻ. മറുകയിൽ കൊടുക്കുന്നത് ഈ ഫ്യൂഡലിസത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കിണ്ടിയും വെള്ളവുമാണ്, അടിച്ച് തളിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ക്ഷേത്രങ്ങളൊക്കെ ശുദ്ധമാക്കാനായിട്ട് പുണ്യാഹം തളിച്ച് ശുദ്ധിയാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ കൊട്ടാരം അടിച്ച് തളിച്ച് വൃത്തിയാക്കാൻ ഈ സാംസ്കാരിക സൂചകങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് കൊടുത്തിരിക്കുന്നത് ഒരു അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധി ആവുന്നിടത്താണ് ഈ നാടകത്തിന്റെ സവിശേഷതകൾ അർത്ഥവത്തായി തീരുന്നത്. ഇങ്ങനെ ഈ നാടകത്തിൽ ധാരാളം പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്ന, അതിനെല്ലാം തന്നെ നാടകത്തെ പരിപോഷിപ്പിക്കാൻ അതിൻ്റെതായ സാധ്യതകളും ഉണ്ട് എന്നുള്ളത്. നാടകത്തിൽ ഉപയോഗിക്കുന്ന ഏതൊരു പ്രോപ്പർട്ടിക്കും എന്തെങ്കിലും അർത്ഥം ഉള്ളതായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും അർത്ഥത്തെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയത്തെ ധ്വനിപ്പിക്കാൻ കഴിയുന്ന പ്രതീകങ്ങൾ മാത്രമേ, വസ്തുക്കൾ മാത്രമേ നാടകത്തിൽ ഉപയോഗിക്കാനും പാടുള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് ഒന്ന് ചുരുക്കമായിട്ട് വരാം. ഇതിനകത്തെ കഥാപാത്രങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് വിഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ തിരിക്കാം. ഒന്നിപ്പോ കേവലരാമൻ, ചിന്താരാമൻ.
അവര് ജനത്തെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. എന്നാൽ കൊത്തുവാളും രാജഗുരുവും വിദൂഷകനും രാജപക്ഷക്കാരാണ്. രാജാവിൻ്റെ ആ ഭരണത്തിൻ്റെ വക്താക്കളാണ്, ഭരണനിർവഹണത്തിൻ്റെ ആൾക്കാരാണ്, അടിച്ചുതളിക്കാരി പോലും. പക്ഷെ ഇവരിൽ നിന്നൊക്കെ വിഭിന്നമായി നിൽക്കുന്നത് കൊണ്ട് അടിച്ചുതളിക്കാരിയെ നമ്മൾ സവിശേഷമായിട്ട് തന്നെ പഠിക്കണം. ഇപ്പം നമുക്ക് കേവലരാമനിലേക്ക് വരാം. കേവലരാമനെ പഠിക്കുമ്പോൾ ചിന്താരാമനെ കൂടി ചേർത്ത് വെച്ച് പഠിക്കണം. കാരണം രണ്ടുപേരും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ രാജാവായ ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അഥവാ സാധാരണ പൗരന്മാരാണ്, പൗരസമൂഹത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. രാമശബ്ദം എങ്ങനെ കടന്നു വന്നു എന്നതിനെക്കുറിച്ച് ഞാനൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ ഇഷ്ടമാണ് തൻ്റെ എല്ലാ പ്രജകൾക്കും രാമന്റെ പേര് കൂടി ചേർത്ത് അറിയപ്പെടണം. അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വസ്തുത കൂടി ഉണ്ട്. പലതും ഇതുപോലെ നമ്മൾ പല ആശയങ്ങളും ചിലതൊക്കെ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബിംബങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലതൊക്കെ സ്ഥാപനവൽക്കരിക്കാറുണ്ട്, ചിലരുടെ സ്വാർത്ഥതകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനവൽക്കരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മറയാണ് ശരിക്കും അവിടെ രാമശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ പേരുകൾ വരുന്നത്. എല്ലാവർക്കും ആ രാമശബ്ദം ചേരുന്നുണ്ട്. നിയമരാമൻ വരുന്നു, രാജാരാമൻ വരുന്നു, പ്രജാരാമൻ വരുന്നു, ഹാസ്യരാമൻ വരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ കേവലരാമൻ, ചിന്താരാമൻ പ്രജകളെ പ്രതിനിധാനം ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരും വിരുദ്ധ കോടിയിലാണ് നാടകത്തിന്റെ ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവരുടെ പ്രവേശം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഒരു വൈരുദ്ധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരാൾ പിന്തിരിഞ്ഞു വരുന്നു, രംഗത്തെത്തുന്നു, അയാൾ ആംഗ്യം കാണിച്ച് വിളിക്കുന്നു. അയാൾ രംഗത്തെത്തുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. ഒരു അപരിചിതത്വം ആണ് അവിടെ നടക്കുന്നത്. സമീപനത്തിലും വ്യത്യാസമുണ്ട്. ഒരാള് ഭയചകിതനായിട്ടാണ് രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇവിടെ ആകെ ശവത്തിന്റെ ദുർഗന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. മറ്റേ ആൾക്ക് അത്തരത്തിലുള്ള ഭാരങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. അയാൾ തടിച്ച പുസ്തകം വായനയിലാണ് മുഴുകിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ഈ നാടകത്തിൽ കേവലരാമനും ചിന്താരാമനും ഉയർത്തുന്ന മൗലികമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഒരു രാജാവുണ്ടോ? കേവലരാമൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ഘട്ടത്തിൽ ചിന്താരാമൻ ചോദിക്കുന്നുണ്ട് കൊത്തുവാളിനോട്, ഇവിടെ ഭരണം എന്നൊന്നുണ്ടോ? വീണ്ടും കേവലരാമൻ വിദൂഷകനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നമ്മുടെ രാജാവ് ജീവിച്ചിരിപ്പുണ്ടോ? അത് വലിയ ചോദ്യമാണ്. അഗ്നിവർണ്ണ മഹാരാജാവ് ജീവിച്ചിരിപ്പുണ്ടോ? കഥാഗാത്രം വളരുന്നത് അനുക്രമമായിട്ടാണ്. അതിന് വിദൂഷകൻ പറയുന്ന മറുപടി കഷ്ടിച്ച് ജീവിച്ചിരിപ്പുണ്ട്. ചിന്താരാമൻ കൂട്ടിച്ചേർക്കുന്നു, കാലുകൾ ജീവിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ മരിച്ചു ജീവിക്കുന്നു, ജീവിച്ച് മരിക്കുന്നു. അപ്പൊ ഇങ്ങനെ മൗലികമായ പ്രശ്നങ്ങൾ ഉണർത്തി നാടകത്തിന്റെ പ്രശ്നത്തെ സജീവമായി നിലനിർത്തുന്നത് കേവലരാമനും ചിന്താരാമനുമാണ്. നാടകത്തിന്റെ ഒടുവിൽ ചിന്താരാമൻ യഥാ രാജ തഥാ പ്രജ എന്ന് പറയുമ്പോൾ പ്രത്യുത്തരമായി കേവലരാമൻ പറയുന്നത് യഥാ പ്രജ തഥാ രാജ. ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ കഥാപാത്രങ്ങൾ എത്തുന്നു, നാടകത്തിലെ പ്രേക്ഷകരെയും അവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് കേവലരാമനും ചിന്താരാമനും. വളരെ പതിഞ്ഞ ഒരു താളത്തിൽ നിന്ന് തുടങ്ങി പ്രശ്നങ്ങളെ വളർത്തി വലുതാക്കി നാടകത്തിൽ സജീവമായ ചർച്ചയാക്കി അവർ മാറ്റുന്നു. കേവലരാമനും ചിന്താരാമനും എന്റെയും നിങ്ങളുടെയും പ്രതിനിധിയായ അധികാരം ജനങ്ങളിലേക്ക് എന്ന മോഹന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന വോട്ടർമാരെ പ്രതിനിധാനം ചെയ്യും. അടുത്ത രാജപക്ഷത്തുള്ള കഥാപാത്രങ്ങളാണ് കൊത്തുവാളും രാജഗുരുവും. അവരൊക്കെ ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. എന്നാൽ വിദൂഷകൻ അവരോടൊപ്പം നിൽക്കുന്നില്ല. അവരോടൊപ്പമാണെങ്കിൽ പലപ്പോഴും ഇവർ തമ്മിലുള്ള അന്തഃഛിദ്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. കൊത്തുവാള് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ജനാധിപത്യത്തിലെ ജുഡീഷ്യറിയെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രമാണ്. സ്ഥലത്തെ നിയമരാമൻ. നിയമം കയ്യിലെടുക്കുന്നവരെ തന്റെ ദണ്ട് കൊണ്ട് ശിക്ഷിക്കുന്നവൻ. കേവലരാമന്റെ അടുത്ത് ദണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിന്താരാമനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ചിന്താരാമൻ പറയുന്നത് ഞാൻ തന്നെയാണ് രാജാവ്, ആ കാലുകൾ എന്റേതാണ് എന്ന് പറയുമ്പോൾ ചിന്താരാമനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഭ്രാന്ത്, രാജദ്രോഹം, അവിടെ ദണ്ട് ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും വിദൂഷകൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഘട്ടത്ത് അവിടെയും ദണ്ട് ആയുധമാക്കുന്നുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ തള്ളിയിടുന്നുണ്ട്.
പക്ഷെ അവിടെ വിദഗ്ധമായ ഒരു മൗനം ദീക്ഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. രാജസിംഹാസനത്തിലിരിക്കുന്ന രാജഗുരുവിനെ ആക്രമിക്കാനോ പിടലിക്ക് പിടിച്ച് തള്ളിയിടാനോ കൊത്തുവാള ശ്രമിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ അവിടെ രാജാവിന്റെ പ്രാധാന്യം രാജഗുരുവിന് കൊത്തുവാൾ നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ മർദ്ദിക്കാൻ തന്റെ ദണ്ട് ഉപയോഗിക്കുന്നില്ല, സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നിയമം നടപ്പിലാക്കേണ്ടുന്നവർ തന്നെ സ്വജനപക്ഷപാതത്തിലേക്ക് നീങ്ങുന്ന ചില മുഹൂർത്തങ്ങളും നാടകത്തിലുണ്ട്. പക്ഷെ കൊത്തുകാളും അവസാനം ഒരു തിരിച്ചറിവിലെത്തുന്നുണ്ട്. കേവലരാമനോടൊപ്പവും ചിന്താരാമനോടൊപ്പവും സഞ്ചരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അടിച്ചു തളിക്കാരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രാജാവ് ഉണ്ടെന്നാണോ വിശ്വസിക്കുന്നത്, രാജാവ് ഇല്ലെന്നാണോ വിശ്വസിക്കുന്നത് എന്ന മൗലികമായ ഒരു ചോദ്യം കൊത്തുവാളും ചോദിക്കുമ്പോൾ കൊത്തുവാളും അവിടെ ഈ പ്രജകളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. ഇനി രാജഗുരുവിലേക്ക് വരാം. രാജഗുരു ശരിക്കും ഈ അധികാരത്തിന്റെ ഇടനാഴിയിലെ ഉപജാപക വൃന്ദത്തിന്റെയും അതിന്റെ മേലാളനായിട്ട് നിൽക്കുന്ന കഥാപാത്രമാണ്. അയാളുടെ ഭൂതകാലം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പഴയ രാജാവിനെ കൊന്നു കളഞ്ഞവൻ തന്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് രാജാവ് പറഞ്ഞിട്ടാണ്, രാജാവും കൂടെ ചേർന്നിട്ടാണ്. ഇപ്പോഴത്തെ അവിടെ നാടകൃത്ത് പരുഷമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാലുകാരൻ രാജാവിന്റെ ഭ്രാന്ത് പിടിച്ച ഇന്ദ്രിയങ്ങളുടെ ലഹരിയിൽ ഇയാളാണ് പഴയ രാജാവിനെ കൊന്നു കളഞ്ഞത്. ഒന്നുകൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. രാജഗുരു വളരെ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സന്ദർഭം. അതോടുകൂടി ഈ വംശത്തിലെ എല്ലാ രാജാക്കന്മാരെയും അയാൾ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ രഘുവംശം എന്ന് പറയുന്ന രാജവംശം പേരും പെരുമയുമുള്ള മഹത്തായ രാജവംശത്തിന്റെ എല്ലാ രാജാക്കന്മാരുടെയും പേരും പ്രശസ്തിയും കൊന്നുകളഞ്ഞ അധികാരത്തിന്റെ ദുർമത്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് രാജഗുരുവിനെ അവിടെ നാടകൃത്ത് അയാള് കൊത്തുവാളിനെ കൊണ്ട് തന്റെ അധികാരമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിദൂഷകൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തിരുവെഴുത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിദൂഷകൻ പറയുന്നുണ്ട്, തിരുവെഴുത്ത് ഞാനാണ് ഉണ്ടാക്കുന്നത്, അന്ന് എന്റെ തോഴൻ തുല്യം ചേർത്തു എന്നേ ഉള്ളൂ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. എങ്കിലും വിദൂഷകൻ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. വിദൂഷകനെ പ്രതിരോധിക്കുന്നുണ്ട് ഈ രാജഗുരുവും കൊത്തുവാളും. അപ്പൊ രാജഗുരുവും ഇന്നത്തെ നമ്മുടെ അധികാര വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഇടനാഴി വിപ്ലവത്തിന്റെ ഒക്കെ ഒരു വക്താവായിട്ട് നിൽക്കുകയാണ് ശരിക്കും രാജഗുരു. പിന്നെ വിദൂഷകനാണ്. വിദൂഷകൻ നമ്മുടെ മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ്. വീണിടം വിദ്യയായി സ്വീകരിച്ചവൻ. തന്റെ വാക്കുകളിലൂടെ തന്റെ പ്രവൃത്തികളിലൂടെ രംഗക്രിയകളിലൂടെ രാജാവിന്റെ പ്രതിച്ഛായയെ നിർമ്മിക്കുകയും കൂടെ കൂടെ അതിനെ അപനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം. അത് ശരിക്കും നമ്മുടെ മാധ്യമങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാധ്യമങ്ങൾക്ക് വേണ്ടത് എക്സ്ക്ലൂസീവ്സ് ആണ്. ഇന്ന് വളരെ പ്രാധാന്യമായിട്ട് അവതരിപ്പിക്കുന്ന വാർത്ത നാളെ ഒരുപക്ഷെ വെറും പഴഞ്ചനാണ്. അതിന് യാതൊരു പ്രാധാന്യമില്ല. മാറ്റി പറയാനൊന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. രാജാവിനെ പുകഴ്ത്തണമെങ്കിൽ രാജാവിനെ പുകഴ്ത്തി പറയാം. ഇകഴ്ത്തേണ്ട ഒരു സന്ദർഭം വന്നാൽ അവന്റെ കൂടെ ചേരാനുള്ളതാണ്. പലയിടത്ത് എന്റെ തോഴന്റെ ഇന്ദ്രിയങ്ങൾ സദാ ഉണർന്നു തന്നെയാണ്. ഇതിനകത്തൊക്കെ പരിഹാസമാണ്. ഞാനൊന്ന് സിംഹാസനത്തിൽ ഇരുന്നാൽ എന്റെ തോഴൻ ഒന്നും പറയില്ല എന്ന് വിദൂഷകൻ പറയുന്നത് പരിഹാസമാണ്. ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ രാജാവിനോടൊപ്പം ചേർന്നുകൊണ്ട് അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ല, തിരുത്തിപ്പറ, അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ ഈ കാലുകൾ എന്ന് മാറ്റാൻ പറഞ്ഞു. ബിഷപ്പിനെ പ്രശ്നവൽക്കരിക്കുന്നിടത്ത് ഇത് അപശബ്ദമാണെന്ന് പറഞ്ഞു. രാജസന്നിധിയിൽ വെച്ച് അപശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നവരെ സംഘത്തിൽ നിന്ന് പുറത്താക്കി കളയണമെന്ന് പറഞ്ഞു. ഇതൊരു താണതരം വ്യവഹാരം എന്ന് സമർത്ഥിക്കണം. മാധ്യമത്തിന്റെ ഒരു ചാഞ്ചാട്ടം ശരിക്കും വിദൂഷകൻ പ്രദർശിപ്പിക്കുന്നു. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കഥാപാത്രമാണ് അടിച്ചു തളിക്കാൻ. ഈ മേൽസൂചിപ്പിച്ച കഥാപാത്രങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഔന്നത്യം, ഒരു സവിശേഷത ഈ അടിച്ചു തളിക്കാരി പ്രദർശിപ്പിക്കുന്നു എന്നതാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമാണ്. ഒന്ന്, ഈ സംഭാഷണത്തിലുടനീളം അടിച്ചു തളിക്കാരി പറയുന്നത് ഞാൻ അടിച്ചു തളിക്കാരിയാണ്, എനിക്കിവിടെ എല്ലാം ഒന്ന് അടിച്ചു തളിച്ച് വൃത്തിയാക്കണം, ഞാൻ രാജ്ഞിയൊന്നുമല്ല, എനിക്കിവിടെ വൃത്തിയാക്കണം. അത് വളരെ ശ്രദ്ധേയമാണ്. തന്റെ കർത്തവ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം. അത് മറ്റുള്ളവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. കേവലരാമനും വന്ന് സിംഹാസനത്തിലൊന്നും ഇരിക്കാമെന്നാണ് നോക്കുന്നത്. ചിന്താരാമനും അതിന് ശ്രമിക്കുന്നുണ്ട്, വിദൂഷകനും ശ്രമിക്കുന്നുണ്ട്. അവർക്കെല്ലാം രഹസ്യ അജണ്ടകളുണ്ടെന്നുള്ളത്. അവരവരുടെ കർത്തവ്യങ്ങൾ ശരിക്കും അവർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അടിച്ചു തളിക്കാരി കൃത്യമായി പറയുന്നു, എനിക്കിവിടെ അടിച്ചു തളിച്ച് വൃത്തിയാക്കണം, ഞാൻ അടിച്ചു തളിക്കാരിയാണ്, എന്റെ ജോലി എനിക്ക് കൃത്യമായി ചെയ്യണം. അത് മറ്റുള്ളവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതാണ് അവൾ കൊടുക്കുന്ന ശിക്ഷ. അവളെ പരിഹസിക്കാനും ശ്രമിക്കുന്നുണ്ട്. കേവലരാമൻ ചോദിക്കുന്നുണ്ട്, ഈ അനവസരത്തിൽ എന്താണ്
ഈ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെടാൻ. അടിച്ചു തളിക്കാരി കൊണ്ടുവരുന്ന ആയുധങ്ങൾ ചൂലും കിണ്ടിയുമാണ്. അപ്പൊ ഇത് ആയുധങ്ങളുമായി അനവസരത്തിൽ, അത് ബോധപൂർവമായിട്ടുള്ളൊരു പ്രയോഗമാണ്, അനവസരത്തിൽ ആയുധങ്ങളുമായി എന്താണ് പ്രത്യക്ഷപ്പെട്ടത്? ആയുധം എന്തിനാ? ശിക്ഷിക്കാൻ. അത് ധ്വന്യാത്മകമാണ്. അവിടെ ഒരു ശിക്ഷ അടിച്ചു തളിക്കാർ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊത്തുവാള് ചോദിക്കുന്നുണ്ട്. രാജാവ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അടിച്ചു തളിക്കാർ ഉദ്ദേശിക്കുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്, നിങ്ങളെക്കാളും എനിക്ക് ഗൗരവമുണ്ടല്ലോ എന്ന് തറപ്പിച്ച് ആ ഭാഗത്ത് പറയുന്നു. ആ ഗൗരവം അത് വളരെ അർത്ഥവത്താണ്, ധ്വന്യാത്മകമാണ്. അടിച്ചു തളിക്കാരി യഥാർത്ഥത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതിനിധിയായി നിൽക്കുകയാണ്. ഒരു സ്ത്രീ കൂടിയാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര നീതി കൂടി ആകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവളുടെ കയ്യിലിരിക്കുന്ന ആയുധം ചൂലാണ്. അതിനെ എങ്ങനെയും വ്യാവർത്തിപ്പിച്ചെടുക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. പല മാനങ്ങളുള്ള ഒരു പ്രതീകം. കിണ്ടിയും വെള്ളവും ഒരുപക്ഷെ ഫ്യൂഡൽ വ്യവസ്ഥതയുടെ സാംസ്കാരിക സൂചകങ്ങളായി നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും അവിടെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ ഫ്യൂഡൽ താല്പര്യങ്ങളുടെ സാംസ്കാരിക സൂചകങ്ങളെ പലപ്പോഴും അടിച്ച് തളിച്ച് ശുദ്ധിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ ക്ഷേത്രങ്ങൾ അടിച്ച് തളിച്ച് വൃത്തിയാക്കുന്ന ആചാര മര്യാദകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ അത് നടപ്പിലാക്കുന്നത് ഇവിടെ ഒന്നാമതൊരു സ്ത്രീയാണ്, സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ജോലിയുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ കൊട്ടാരത്തിലെ ഏറ്റവും താണ ഗ്രേഡിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധിയെ കൊണ്ട് ആ ഒരു കൃത്യം നിർവഹിക്കുമ്പോൾ അതൊരു വിപ്ലവമായിട്ട് മാറുകയാണ്. കവാലത്തിന്റെ പല നാടകങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ആർജവമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഈ കഥാപാത്രങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആർജവം കാണിച്ച കഥാപാത്രങ്ങൾ, ഇവർക്കെല്ലാവർക്കും ഓരോ സന്ദർഭങ്ങളിൽ അത്തരം ആർജവം അവർ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും അടിച്ചു തളിക്കാരി ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ വ്യത്യസ്തമായ പഠനാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന, വ്യത്യസ്തമായ വ്യാഖ്യാനക്ഷമതയുള്ള, വായനയുടെ പ്രത്യേക അടരുകളുള്ള ഒരു നാടകമാണ് അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകം. ആ നാടകത്തിലെ കഥാപാത്രങ്ങളും നമ്മോട് നിരന്തരം സക്രിയമായിട്ട് നമ്മോടൊപ്പം സഞ്ചരിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണെന്ന് നിസ്സംശയം പറയാം. കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. തുടർ പ്രവർത്തനമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇതിലെ കേവലരാമൻ, ചിന്താരാമൻ എന്നീ കഥാപാത്രങ്ങളുടെ അവതരണത്തിൽ നാടകൃത്ത് ദീക്ഷിച്ചിരിക്കുന്ന സമീപനങ്ങളിലെ വ്യത്യാസം, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ പുലർത്തുന്ന സമീപനങ്ങളിലെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. 6 മാർക്കാണ് അതിന് സ്കോർ. രണ്ടാമത്, ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അടിച്ചു തളിക്കാരിയാണ്. ഈ അടിച്ചു തളിക്കാരിയുടെ കടന്നുവരവ് നാടകത്തിന് അസാധാരണമായ ഒരു ഗൗരവം നൽകുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതും സ്കോർ 8ആണ്. രണ്ടാമത് പറഞ്ഞ നമ്മുടെ പാഠപുസ്തകത്തിനകത്തുള്ള ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ ഈ നാടകം നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.